നമസ്കാരം, ഞാൻ വേണു മഹാദേവ്. നമ്മൾ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. തുലാക്കൂറുകാരുടെ വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവിൽ കേട്ട് വരുന്നവർക്ക് അറിയാം. തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ പകുതി, അതായത് 3/4 ഭാഗം, ചോതി, വിശാഖത്തിൻ്റെ മുക്കാൽ, അതായത് വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 ഭാഗം. അപ്പോൾ ഈ നക്ഷത്രക്കാരാണ് നമുക്ക് തുലാക്കൂറിൽ വരുന്നത്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശരിക്ക് വ്യാഴമാറ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വ്യാഴം ഏറ്റവും നല്ല സ്ഥാനത്ത് വന്ന സമയം എന്ന് പറയാം. കാരണം ജാതകാലായാലും ചാരവശാലായാലും വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ല അനുഭവ ഗുണം കൊടുക്കുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ 5, 9 അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ 11, പിന്നെ കുറച്ച് സപ്പോർട്ടീവായി 7, 2 ഉള്ളൂ. ഈ 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനം എന്നാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത്. മാത്രമല്ല, തുലാക്കൂറുകാരോട് പ്രത്യേകിച്ച് ഇപ്പം അവരെല്ലാം പേടിച്ചിരുന്ന ആ ശനിദോഷം അവർക്കിപ്പം വലുതായിട്ടില്ല. 6 ശനി. അപ്പോൾ അതുകൊണ്ട് അതും അവർക്ക് അനുകൂലമാണ്. പിന്നെ മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ച് കേതുവും 12 വലിയ ദോഷം ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സർപ്പനും 6 വളരെ ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ വ്യാഴമാറ്റം ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ. അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു, മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും വലിയ ദോഷം വരുന്നില്ല. ശരിക്കും തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് തന്നെ പറയാം. ഇതുവരെ അനുഭവിച്ച കഷ്ടതകൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ഒരു മാറ്റം വന്നവർ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു സമയമായി എന്നർത്ഥം. ക്രമേണ കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ധനം കിട്ടാനുള്ള ഭാഗ്യമൊക്കെ വരാം. ലോട്ടറി ഭാഗ്യം എന്ന് ഉദ്ദേശിച്ചത് എല്ലാവരും പറയും പോലെ നിങ്ങൾ രാജയോഗം, കോടീശ്വരയോഗമെന്നൊന്നും ഞാൻ പറയില്ല. തൽക്കാലം നമുക്ക് ചെറിയ ലോട്ടറി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അധ്വാനിക്കാതെ കിട്ടുന്ന ധനമാണ്. അത് ലോട്ടറി എടുത്ത് അതിൽ നിന്ന് തന്നെ കിട്ടണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും വഴികളിലൂടെ കമ്മീഷനായിട്ടോ ഇതൊന്നും വേണ്ട, നമ്മൾ പണ്ട് ആരെങ്കിലും സഹായിച്ചിട്ട് തിരികെ പ്രതീക്ഷിക്കാതെ കളഞ്ഞിരുന്ന ധനം നമ്മളെ കയ്യിൽ വന്നാലും മതി. ഇപ്പം നമ്മളെ കഷ്ടതയ്ക്ക് ഒരു മാറ്റവും വരും, അത് വന്നല്ലോ. അങ്ങനെ നമുക്ക് ധനപരമായിട്ട് ഗുണം വരും. പല വഴികളിലൂടെ കർമ്മത്തിൽ ജോലി, അതായത് നമ്മൾ ഏത് ജോലി ചെയ്യുന്നു അതിൽ മാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ പുതിയ മേഖലകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അവിടെ നിന്നൊക്കെ ധനം വരും. ഏത് രംഗത്ത് ചെന്നാലും നമുക്കൊരു സ്ഥാനവും നമുക്കൊരു സപ്പോർട്ടും വരും. ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ വരാൻ പറ്റുന്ന സമയമാണ്. അതായത് ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർഷിപ്പുകൾ തിരക്കി വരാം. അതുപോലെ തന്നെ ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ വരാം. ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും വരും. പുതിയ ബിസിനസ് തുടങ്ങാൻ ഏറ്റവും നല്ല സമയമാണിത്. അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ ജോലി തേടുന്നവർക്കായിരുന്നാലും അതുപോലെ തന്നെ നിലവിൽ ജോലിയിലുള്ളവർക്ക് പുതിയ ജോലിയിലേക്ക് പോകാനും ഒക്കെ അവസരങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വളരെ നല്ല കാലമാണ്. ഉപരിപഠനത്തിനും ജോലിയും തേടി വിദേശങ്ങളിലേക്ക് പോയാലും അത് ഗുണകരമായി തന്നെ വരും. നമുക്ക് ഭൂമി വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട് പുതുക്കുക, വീട് പണി തുടങ്ങുക, വീട് വാങ്ങുക, ഇതിനെല്ലാം പറ്റിയ സമയമാണ്. വിവാഹം നടത്താനും വിവാഹ ആലോചനകൾ നടത്താനും ഒക്കെ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ നിലവിൽ മുടങ്ങിക്കിടന്ന വിവാഹമോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വിവാഹ ആലോചനയോ പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇനിയും നമ്മുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ പറ്റുന്ന സമയമാണ്. പുതിയ ഇഷ്ടങ്ങളും ഇഷ്ടക്കാരുമൊക്കെ വന്ന് കൂടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടസ്ഥാനത്തേക്ക് നമ്മളൊരു മാറ്റം, അതായത് ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഇന്ന സ്ഥലത്ത് നമുക്ക് ജോലിയിലൊരു ട്രാൻസ്ഫർ വേണം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് പോയി താമസിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് മാറി വേറെടുത്ത് താമസിക്കണം, ഇതിനൊക്കെ പറ്റുന്നത്. അതായത് നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് വസിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സ്വസ്ഥത അനുഭവിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മൾ വാഹന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ചൊവ്വയുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അനിഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ചില അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാം. അതുപോലെ മുറിവ് ചതവ് വരാവുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നവർ, അതായത് ഫാക്ടറി ജോലി, ഈ മരങ്ങളിൽ കയറുക,
ഉയരങ്ങളിൽ ഉള്ള ജോലികൾ ഇതൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. പിന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആദ്യം തടസ്സം വരുമെങ്കിലും അത് മാറി നിങ്ങൾ വിദേശത്ത് പോവുകയും അതുകൊണ്ട് ഉയർച്ച വരികയും ചെയ്യും. അപ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞാൽ തുലാത്തിന് ആദ്യം പറഞ്ഞ പോലെ വ്യാഴമാറ്റം വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ആകപ്പാടെ കേതുവിന് മാത്രം പ്രീതിപ്പെടുത്തിയാൽ മതി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് ഒരു നാളികേരമൊക്കെ ഉടച്ച് ഭഗവാനെ ആശ്രയിച്ച് വരുമ്പോൾ ആ തടസ്സം അങ്ങ് നീങ്ങിക്കോളും. ഇത്രയും നല്ല സമയമാണ് എന്ന് കരുതി നിങ്ങൾക്ക് വളരെ വലിയ പിന്നെ മഹാഭാഗ്യങ്ങൾ വരുമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ ജാതകാലം കൂടി അതുണ്ടെങ്കിൽ, അതായത് ജാതകാലം നിങ്ങൾക്ക് വലിയ യോഗങ്ങളും ഉണ്ട്, നിങ്ങളുടെ ദശാപഹാരങ്ങളും നല്ലതാണ്. ഈ ചാരവശാലുള്ള വ്യാഴവും കൂടി ഭാഗ്യസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അല്ലാതെ അത് വളരെ അപൂർവമായി ചില ആൾക്കാരിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ലോട്ടറി എടുത്ത് നാളെ രാവിലെ എനിക്ക് വിഷു ബമ്പർ അടിക്കുമെന്നൊന്നും പ്രതീക്ഷിച്ച് കളയരുത്. സാധാരണ മട്ടിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവും, അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാൻ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ എല്ലാ അനുഗ്രഹവും കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലതേ വരുള്ളൂ. ജാതകപരമായിട്ടോ നിങ്ങളുടെ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഫോൺ നമ്പറുണ്ട്. വാട്സപ്പ് ചെയ്യുകയോ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ തരാം. നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഗ്രഹനിലയിൽ ഇടവൻ രാശിയിലാണ്. ഇനി അത് മിഥുനത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ വ്യാഴം മാറുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മെയ്യിൽ, അതായത് മാർച്ച് ലാസ്റ്റോടുകൂടി, മാർച്ച് 28-ാം തീയതി കഴിഞ്ഞപ്പോൾ ശനി മാറിയതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ നമ്മളെ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിൽ ശനിമാറ്റം കൊണ്ട് ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ബാധിച്ച പലരെയും ഈ വ്യാഴമാറ്റം കുറേ ഗുണകരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വ്യാഴം മാറുന്നത് 2025 മെയ് 14-ന് ഉദയാൽ 41 നാഴിക 14 വിനാഴിക ഉള്ളപ്പോഴാണ്. അപ്പോൾ വ്യാഴം മാറുക എന്ന് പറയുമ്പം പൊതുവിൽ ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷ ഫലപ്രവചനങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് മിക്കവാറും ഓരോ ഗ്രഹമാറ്റത്തിന്, അതായത് ശനിമാറ്റമായിരുന്നാലും വ്യാഴമാറ്റമായിരുന്നാലും ഇനിയിപ്പോൾ ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ രാഹുകേതുക്കൾ മാറുന്നുണ്ട്. ഇവരെല്ലാം മാറ്റം വരുമ്പോൾ പലരും പറയുന്നു ചില കൂറുകാർ, ചില നക്ഷത്രക്കാർ ഭയങ്കരമായി രക്ഷപ്പെടും, ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വ്യാഴം മാറുന്നു, വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വരും. അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച്, ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വരുമെന്നല്ല. അവരുടെ ദശാപഹാരങ്ങളും അതുകൊണ്ട് അവരുടെ പ്ലാനറ്ററി പൊസിഷനിൽ വ്യാഴം നല്ല പൊസിഷനിലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരവശാൽ വ്യാഴം മാറുന്നു, അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ശനി മാറി. ഇതൊന്നും ഒരു വലിയ പിന്നെ എന്താ പറയുക, ജീവിതത്തിൽ ഒരു വലിയ കടുത്ത ദോഷം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നിലവിലുള്ള അവസ്ഥയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് തന്നെയാണ് എപ്പോഴും ഏത് ഗ്രഹമാറ്റം കൊണ്ടും വരുന്നത്. അപ്പം വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മേടം കൂറ്. വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാർ മേടക്കൂറുകാരാണ്. കാരണം വ്യാഴം 3, 6, 8, 12 പിന്നെ പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പം നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് 3-ാം സ്ഥാനത്തേക്കാണ്. ഒപ്പം 7 ശനിയും കൂടിയുണ്ട്. അവർക്ക് 7 ശനിയെ പോലെ തന്നെ 12-ൽ സർപ്പനുമുള്ള സമയമാണ്. മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6-ാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്ത് പറയാൻ, ഈ വ്യാഴമാറ്റം കൊണ്ട് 2-ൽ നിന്ന് 3-ലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ, അതായത് അശ്വതി, ഭരണി, കാർത്തിക കാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കുന്നത്. ബാക്കി എല്ലാവർക്കും, അതായത് 5-9 ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും 11-ലേക്ക് മാറുന്നവർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരുന്നു. അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം. ഒരു ബ്രാഹ്മണ ഗ്രഹമാണ്. സർവേശ്വരകാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ്. സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയും തരുന്ന വ്യാഴഗ്രഹമാണ്.
കരിയർ വൈസ് ആയിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ്.